നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ലലീഗയിൽ നാളെ എൽ ക്ലാസിക്കോയാണ്. ഒരാവേശം ഇങ്ങനെ വരേണ്ട ഒരു സമയമാണ്. പക്ഷേ റയലിൻ്റെ അവസ്ഥ എന്താ? അടി പിടി വല്ലാത്തൊരവസ്ഥ. അല്ല, നാളത്തെ കളിക്ക് മുമ്പ് അർബിലോവ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അത് ചോദിച്ചു. മാധ്യമങ്ങൾ ചോദിക്കുമല്ലോ, കാരണം വാൽവെർദെ ഷൂമനി പ്രശ്നം എന്താണ്, എന്താ ഉണ്ടായത്, എന്താന്ന് അദ്ദേഹത്തോടൊന്ന് ചോദിച്ചു. അദ്ദേഹം പറയുന്ന മറുപടി നോക്കുകയാണ്. അദ്ദേഹം പറയുന്നു, രണ്ട് കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തത്, ഞാൻ ഈ ക്ലബിൻ്റെ ഡിസിസീവ്നെസ്സിൽ വളരെ അഭിമാനം കൊള്ളുന്നയാളാണ്. വളരെ സ്പീഡായിട്ടും ട്രാൻസ്പെറൻ്റായിട്ടും കാര്യങ്ങൾ അവർ ഈ ക്ലബ്ബ് ഹാൻഡിൽ ചെയ്തു. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, പ്ലെയേഴ്സ് അവരുടെ മിസ്റ്റേക്ക് അക്നോളജ് ചെയ്തിട്ടുണ്ട്. അവർ അംഗീകരിച്ചിട്ട് അങ്ങനെ പറ്റിപ്പോയി. എന്നിട്ട് അവരവരുടെ റിഗ്രറ്റ് എക്സ്പ്രസ് ചെയ്തു. ഖേദമുണ്ട് അവർക്ക്. ആ പ്രശ്നം ഉണ്ടായതിൽ അവർക്ക് ഖേദമുണ്ട്. അവർ അതോടൊപ്പം തന്നെ അപ്പോളജൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, മാപ്പും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. ഇത് രണ്ടുമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ദാറ്റ്സ് ഇനഫ് ഫോർ മീ. മതി, അത്ര മതി. അതാണ് എനിക്ക് വേണ്ടത്. ഇപ്പം ഞാൻ പബ്ലിക്ലി എൻ്റെ താരങ്ങളെ ക്രൂസിഫൈ ചെയ്യാൻ ഒന്നും പോകുന്നില്ല. കാരണം അവരത് അർഹിക്കുന്നില്ല. അങ്ങനെ ഒരു പബ്ലിക്കായിട്ടുള്ള ക്രൂസിഫിക്കേഷനൊന്നും അവർ അർഹിക്കുന്നില്ല. അവരെനിക്ക് കൃത്യമായിട്ട് കാണിച്ചു തന്നതാണ് റയൽ മാഡ്രിഡ് പ്ലെയർ എന്ന് പറഞ്ഞാൽ എന്താണ്. കഴിഞ്ഞ 4 മാസക്കാലം അതിന് മുമ്പുള്ള വർഷങ്ങളിലൊക്കെ അവർ കാണിച്ചിട്ടുള്ളവരാണ്. അവർ കൃത്യമായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു എന്താണ് ഒരു റയൽ മാഡ്രിഡ് പ്ലെയർ എന്ന് പറഞ്ഞാൽ. ഞാനത് മറക്കുന്നില്ല. അവർ മുമ്പ് റയലിന് വേണ്ടി അങ്ങനെ കളിച്ച ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് മറന്നുകൊണ്ടൊരു സംസാരത്തിന് പോകുന്നില്ല. ഞാൻ എല്ലായ്പ്പോഴും ഒരു എക്സാമ്പിൾ നൽകുന്ന ആളാണല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലെയർ, റയൽ മാഡ്രിഡ് പ്ലെയർ എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ കൃത്യമായൊരു ഉദാഹരണം ചോദിച്ചാൽ ഞാൻ പറയും ദാറ്റ്സ് ജുവാനിറ്റോ. അപ്പോൾ യുവാനിറ്റോ നെവർ മേഡ് എ മിസ്റ്റേക്ക്. അപ്പോൾ അതുപോലെ എല്ലാ താരങ്ങളും ആ രൂപത്തിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ വിചാരിക്കുന്നത് ഞങ്ങളെല്ലാവരും വളരെ പ്രൗഡാണ് കളിക്കളത്തിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ. തീർച്ചയായിട്ടും റയൽ മാഡ്രിഡ് എന്താണ്, എങ്ങനെയാണ്, ഇതെല്ലാം ഇവർക്കെല്ലാം അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരാൾക്കും മിസ്റ്റേക്ക് സംഭവിക്കാമല്ലോ. പക്ഷേ ഇഫ് ദർ ഈസ് വൺ തിങ് വി ലവ് എന്ന് പറഞ്ഞാൽ അത് മിസ്റ്റേക്സ് സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റെല്ലാവരെയും പോലെ നമ്മളത് അഡ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വാൽവെർഡെ, ഷൂമനി അവരെല്ലാവരും ഈ ഒരു വിഷയം നമ്മളിവിടെ അവസാനിപ്പിച്ച് മൂവ് ഓൺ ചെയ്യുക എന്നുള്ളത് അവരർഹിക്കുന്നുണ്ട്. അവർക്കൊരു ചാൻസ് കൊടുക്കണം. ഈ ക്ലബിന് വേണ്ടി ഇനിയും ഫൈറ്റ് ചെയ്യാനുള്ള അവസരം നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഈ താരങ്ങളുടെ കാര്യത്തിൽ ഞാൻ വളരെയധികം പ്രൗഡാണ് എന്നാണ് അർബിലോ പറഞ്ഞത്. ചുരുക്കത്തിൽ ആ അടി ഉണ്ടായതിനൊക്കെ അത് മറന്നു കഴിഞ്ഞില്ലേ. താരങ്ങളത് സമ്മതിച്ചു, മാപ്പ് പറഞ്ഞു, കഴിഞ്ഞു. ഇനി നമ്മൾ മൂവ് ഓൺ ചെയ്യുക. അത്രയാണ് എനിക്കതിൽ പറയാനുള്ളത് എന്നുകൂടി കോച്ച് അൽവാരോ അർബിലോ പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.